ചെയ്ത കേസിലല്ലേ MC ഖമറുദ്ദീനെ പിടിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലിട്ടത്. അപ്പൊ എന്താ ലീഗ് പറഞ്ഞത്? രാഷ്ട്രീയ വിരോധം തീർക്കാനാണ് പിണറായി വിജയന്റെ സർക്കാർ ശ്രമിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ പക തീർക്കാനാണ് എങ്കിൽ കോടതിയുടെ വരാന്തയിൽ നിന്ന് ജാമ്യം കിട്ടുമായിരുന്നില്ലേ? മാസം കഴിഞ്ഞില്ല, ജാമ്യം കിട്ടി. ആളുകളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തതിന്, അഴിമതി നടത്തിയതിന്, അത് തന്നെയാണ് അഴിമതി. അതിനാണ് കൂട്ടിലിട്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ എന്തിനാണ് ജയിലിലാക്കിയത്? പാലാരിവട്ടം പാലം മണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയതിന്, കോടികൾ തട്ടിപ്പ് നടത്തിയതിന്. അദ്ദേഹം രോഗചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആശുപത്രിയിൽ. ആ ആശുപത്രിയുടെ റൂമല്ലേ ജയിലാക്കി മാറ്റിയത്? കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയുണ്ടോ ഇത്തരം സംഭവങ്ങൾക്ക്? രോഗബാധിതനാണ്, ചികിത്സയിൽ കഴിയുകയാണ്, ജാമ്യം അനുവദിക്കണം എന്ന് കോടതിയോട് പറഞ്ഞപ്പോ കോടതി പറഞ്ഞത് ചികിത്സ നടക്കട്ടെ, ജാമ്യം ഇപ്പോൾ അനുവദിക്കാൻ സമയമായിട്ടില്ല, അന്വേഷണം തുടരട്ടെ എന്നാണ്. മുസ്ലിം ലീഗിന്റെ മറ്റൊരു സംസ്ഥാന നേതാവ് അവിഹിത സമ്പാദ്യം നടത്തി വലിയ മണിമാളിക പണിതു. അതിന്റെ പേരിൽ ഇഡിയുടെ അന്വേഷണം നേരിടുന്നു. തന്റെ നിയോജക മണ്ഡലത്തിൽ +2 കൊടുത്തതിന് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസിന്റെ അന്വേഷണം നേരിടുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള വഴിയില്ല. ഞാൻ ഓർക്കുന്നു മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായ നേതാക്കന്മാരെ. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബും അഹമ്മദ് കുരിക്കളും മന്ത്രിമാരായി 2ാം EMS മന്ത്രിസഭയിൽ അംഗങ്ങളായി. ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലീഗിന് മന്ത്രിപദം കിട്ടുന്നത്, അതും 2ാം EMS മന്ത്രിസഭയിൽ. 2 മന്ത്രിമാർക്കും വടകരയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വലിയൊരു സ്വീകരണ സമ്മേളനം ഒരുക്കി. ആ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മഹാനായ CH 10,000-കണക്കിന് വരുന്ന ലീഗിന്റെ പ്രവർത്തകന്മാരെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞു: ഹേ മാന്യ മഹാജനങ്ങളെ, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ കഴിവുകെട്ടവർ എന്ന് കേട്ടേക്കും, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രാപ്തിയില്ലാത്തവർ എന്ന് ഒരുപക്ഷെ കേട്ടെന്ന് വരാം. എന്നാൽ ഒരിക്കലും ഞങ്ങളെക്കുറിച്ച് അഴിമതിക്കാരെന്നോ തട്ടിപ്പുകാരെന്നോ പറ്റിപ്പുകാരെന്നോ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല. ആ CHന്റെ വാക്ക് ഇന്നും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈയുള്ളവൻ പൊതുപ്രവർത്തനം നടത്തുന്നു. അതുകൊണ്ടാണ് 3 അന്വേഷണ ഏജൻസികൾ എന്റെ തലക്ക് ചുറ്റും വട്ടമിട്ട് പറന്ന് അരിപ്പ വെച്ച് അരിച്ചു നോക്കി, ഭൂതക്കണ്ണാടി വെച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടും ഒന്നും കണ്ടെത്താൻ അവർക്ക് സാധ്യമാകാതെ പോയത്. ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും ആ പാരമ്പര്യം കളഞ്ഞു കുളിച്ചില്ലേ? ആ ലീഗിനെയാണോ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്? ആ കോൺഗ്രസിനെയാണോ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോ കള്ളപ്രചാരവേലകളാണ് നടത്തുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ചാനലുകളും ഇവിടുത്തെ പത്രങ്ങളും. അത് വിശ്വസിച്ചു പോകരുത് നിങ്ങൾ. അവര് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടായിരുന്നു എങ്കിൽ ഇതൊന്നുമല്ലല്ലോ ഈ നാട്ടിൽ നടക്കുക. നിങ്ങൾ സഖാവ് പിണറായി വിജയനെ ഒരു വോട്ട് നൽകി അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരുക. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് രേഖപ്പെടുത്തുന്ന ഓരോ വോട്ടും സഖാവ് പിണറായി വിജയനുള്ള വോട്ടുകളാണ്. ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള വോട്ടുകളാണ്. നമുക്കറിയാം, പൗരത്വ ബില്ല് വന്ന സന്ദർഭത്തിൽ അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ആട്ടിയോടിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയപ്പോ ആ നിയമവുമായി കേരളത്തിലേക്ക് വരേണ്ട എന്ന് പ്രഖ്യാപിച്ച് ആ നിയമം പിച്ചിച്ചീന്തി അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ സഖാവ് പിണറായി വിജയനല്ലാതെ ആർക്കാണ് നമ്മളുടെ വോട്ടുകൾ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷത്തിന് രേഖപ്പെടുത്തുന്ന വോട്ട് നാടിന്റെ നന്മക്കും പുരോഗമനപരവും അതുപോലെ തന്നെ വികസനപരവുമായിട്ടുള്ള ഒരു പുതിയ സംസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശക്തമായിട്ടുള്ള പിന്തുണയാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പ്രദേശത്ത് മത്സരിക്കുന്ന മുഴുവൻ